Is this frequency news VU2 Juliet Oscar VU2 JO listening? This is the lineup which I used for testing. 5 watt set in FT710 in AM mode running 12 volt lithium iron phosphate battery for the test shown in the beginning, and later on the tests were with SSB mode. And the radio was connected to the linear amplifier with a 10 meter long HLF patch cable which was kept coiled over the radio. That's not ideal, but I do not have a smaller patch cable now. VU2EVQ Design Linear Amplifier which I had homebrewed, then into A200 external antenna tuner through 50 cm RG58 patch cable, then to homebrew common mode choke, and to another air core balun of 15 turns of RG58, that is the feed cable, on 4-inch PVC pipe, and finally the 15 meter RG58 feed line. Of course, the 15 turns will have to be subtracted from that. Inverted V 40 meter antenna with apex at about 10 meter height from ground, and 12 volt sealed lead acid battery salvaged from a 300 watt offline computer UPS used as power supply for the linear amplifier. Earlier, bias had been set up in such a way that one IRFP 150 final transistor had 3.27 volts on the gate, while the other had 3.28 volts on the gate. And idle current without bias was about 15 milliamperes, that is zero bias, and idle current with bias, that is total current of all the two transistors and whole circuit, was 48 milliampere without connecting input. Supply voltage during that test was 13.25 volts on standby load. Roger. VU2XP said the group VU2 Juliet Oscar returning. Thanks a lot for taking part in this test of VU2EVQ linear amplifier which I have homebrewed recently. Somehow it is working fairly alright. It is 44 watts seen on the monitor. So I'll sign off now because I want to close this setup and come back to the old setup. എന്തോ that is ATU100 അതാണ്. അത് സാധാരണ വലിയ വ്യത്യാസം കാണാറില്ല, കുറച്ച് വ്യത്യാസം വരാറുണ്ട്. ക്യോസൽ കാരണം കമ്പയർ ചെയ്യുമ്പോൾ റേഡിയോയിൽ വരുന്നതിനേക്കാൾ ശക്തമായിട്ടാണ് വരുന്നത്. അത് ഞാൻ സംശയമില്ല. ഓക്കെ റോജർ, താങ്ക്സ് എ ലോട്ട്. പക്ഷെ അതാണ് അത്ഭുതം. കാരണം ഇപ്പം ഞാൻ റേഡിയോയിൽ നിന്ന് 5 വാട്ടാണ് സെറ്റ് ചെയ്തിരിക്കണേ SSB. പക്ഷെ അത് 10 മീറ്ററുള്ള കേബിൾ വഴി, കുറച്ച് റിലേ ചാറ്ററിങ് ഉണ്ട്, 10 മീറ്ററുള്ള കേബിൾ വഴിയാണ് പോകുന്നത് ലീനിയറിലേക്ക്. അപ്പോൾ അവിടെ തന്നെ കുറച്ച് ലോസ് ഉണ്ടാവും. അപ്പോൾ 5 വാട്ട് ശരിക്ക് ലീനിയറിൽ എത്തുന്നുണ്ടാവില്ല. അപ്പം എന്നാൽ 73. താങ്ക്സ് എ ലോട്ട്. VU2XP set VU2 Juliet Oscar. Bye bye. NSL joining the group VU2 Juliet Oscar.
സുബിജി, ഞാൻ ഇവിടെ ടെസ്റ്റിലായിരുന്നു. ആ ടെസ്റ്റ് ഇപ്പോൾ കഴിഞ്ഞു. ഇനിയിപ്പോൾ പുതിയ ടെസ്റ്റാണ്. ഞാൻ ആദ്യം ലീനിയർ ടെസ്റ്റ് ചെയ്തു. അപ്പോൾ റസൽ ചോദിച്ചു പവർ ഔട്ട്പുട്ട് അതിൽ 40ഒക്കെയാണ് കാണിച്ചിരുന്നത്. അപ്പോൾ റേഡിയോയ്ക്ക് എത്ര കാണിക്കുന്നുണ്ട് അതേ മീറ്ററിൽ നിന്ന് ചോദിച്ചു. അത് ആൻസർ ചെയ്യാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ അതേ മീറ്ററിൽ 72 കാണിക്കുന്നുള്ളൂ 100 വാട്ട് വെച്ചിട്ട്. ഡൗൺ ആയിട്ടാണ് തോന്നിയത്. മേ ബി മുന്നേ കേട്ടത് കണ്ടീഷൻ്റെ ഡിഫറൻസ് ആയിരിക്കാം. പക്ഷേ എപ്പോൾ ലീനിയർ ടെസ്റ്റ് ചെയ്യുമ്പോഴും എനിക്ക് ആ ഡിഫറൻസ് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓഡിയോ കുറച്ച് ലൗഡായിട്ട് തോന്നി. അപ്പോൾ ആ ടൈമിൽ കണക്ട് ചെയ്യുന്ന രീതിയും ഈ സമയത്ത് കണക്ട് ചെയ്യുന്ന രീതിയും സെയിം ആണെങ്കിൽ മേ ബി ലീനിയറിൽ കൂടെ വരുമ്പോൾ കുറച്ചും കൂടെ പവർ ഉണ്ടെന്ന് തോന്നുന്നു. ഇപ്പോൾ 70 70 മീൻസ് 100 വിസ്കിലാണ് വരുന്നതെന്ന് പറഞ്ഞാൽ മനസ്സിലായി. പിന്നെ EVQ ലീനിയർ കൂടുതൽ പവറാണ് കൊടുക്കുന്നതെങ്കിൽ, അതായത് അത് എനിക്കൊന്ന് ഡിസൈൻ ചെയ്ത് 120 വരെ അങ്ങോട്ട് പോകുന്നു, 110 120 വരെ അങ്ങോട്ട് പോകുന്നു. എന്നാലും 100ഉം 110ഉം തമ്മിൽ അത്ര ഡിഫറൻസ് ഫീൽ ചെയ്യത്തില്ലല്ലോ. എന്തായാലും അതിൽ വന്നപ്പോൾ എനിക്ക് നല്ല സമയത്തെ കണ്ടീഷൻ്റെ ആണെന്ന് അറിയത്തില്ല, ഓഡിയോയിൽ നല്ല ഡിഫറൻസ് ഉണ്ടായിരുന്നു. അതാണ് ജിയോയുടെ ക്രിട്ടിക്കൽ റിപ്പോർട്ട് ഫ്രം മൈ സൈഡ്. ഡോക്ടർ 10 dB വന്നത്, ബാക്കിയെല്ലാം ഓപ്ഷൻ സിഗ്നൽ കൊടുത്ത് ചെക്ക് ചെയ്യുക. ആക്റ്റീവായി മോഡിലിട്ടാണ് ഒരു വാട്ട് ഇൻപുട്ട് കൊടുക്കുമ്പോൾ ഔട്ട്പുട്ട് എത്ര വരുന്നു നോക്ക്. എന്നിട്ട് വേണമെങ്കിൽ ഗ്രാജുവലി 1 വാട്ട് 2 വാട്ട് അങ്ങനെ കുട്ടി കൊടുത്ത് നോക്കാം. കുറച്ചാൽ വിത്തിൻ ദ ലിമിറ്റ്. അങ്ങനെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് എന്തായാലും നന്നായിട്ട് വർക്ക് ചെയ്യുന്നത്. അതിനെക്കുറിച്ച് അറിയാനില്ല, കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമുക്ക് ചെയ്യാറുണ്ട്. പിന്നെ ആവറേജ് SSBയിൽ ആവറേജ് കാണിക്കുന്നത് വളരെ കുറവായിരിക്കും. അതിന് അതിനടുത്തൊക്കെ ആയിരിക്കുള്ളൂ. അതിൽ ഓരോരുത്തരോ സ്പീച്ചിൻ്റെ അവരുടെ കണ്ടന്റ് അനുസരിച്ചിട്ട് ചിലപ്പോൾ കൂടുതൽ കാണിക്കും, ചിലരുടെ കുറച്ച് കുറവ് കാണിക്കും. അതായത് ഓരോ ആളുകളുടെയും സ്പെക്ട്രൽ ക്വാളിറ്റി ക്വാണ്ടിറ്റി ഒക്കെ അനുസരിച്ചിരിക്കും. Here I am showing the connections on the rear side from the amplifier and also the A200 tuner, and everything is from the radio. So this is not very clear because it's a dark picture. That's the radio and the coiled cable there, which will go to the EVQ linear. Is this frequency in use? VU2JO listening? Is this frequency in use? VU2 Juliet Oscar listening? Please note that I have used suboptimal bias and supply voltage at present. Planning to test more after getting my EC-Bitex kit and homebrewing it. I am quite happy with the current results.